ഏതോ ഒരു പാട്ട് ഞാൻ പണ്ട് ചെയ്തപ്പോഴത്തേക്കും ആദ്യ കാലങ്ങളിൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ടാണ്. അപ്പോൾ ദാസാർ ഒരുപാട് ദിവസം ദാസാറിനെ വെയിറ്റ് ചെയ്തിട്ടാണ് അവസാനം പാടിയത്. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുട്ടാ, നിന്റെ എല്ലാ കഴിവുകളും കാണിക്കേണ്ട ഒരു പാട്ട് ആയിട്ട് ഇതിനെ കാണരുത്, അതിന് വേണ്ടത് മാത്രം നീ കൊടുക്കുക. അതൊരു വലിയൊരു തത്വമാണ്. അപ്പം നമ്മൾ ഓരോ പാട്ടിലും നമ്മുടെ കംപ്ലീറ്റ് കഴിവുകൾ അതിനകത്ത് വരണം. ആൾക്കാർ ഇതെല്ലാം തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ അത് ആരും കേൾക്കാത്ത, ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പാട്ടായിട്ട് മാത്രമേ മാറുള്ളൂ. അപ്പം നമ്മുടെ അറിവുകളെ ഷോക്കേസ് ചെയ്യേണ്ട ഒരു ഇടമല്ല. അതിനെന്താണോ വേണ്ടത് അത് മാത്രം കൊടുക്കുക. അതിൽ സമർത്ഥമായിട്ട് ചില മാജിക്കുകൾ ഒളിപ്പിച്ചു വയ്ക്കുക. ഇതാണ് ഒരു സംഗീത സംവിധായകൻ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ചെറിയ മലയാള സിനിമയിൽ സംഗീതം കേൾക്കുന്നവരിടയിൽ എപ്പോഴുള്ള ഒരു ഡിബേറ്റ് ആണ് യേശുദാസ് സാറാണോ അല്ലെങ്കിൽ പി ജയചന്ദ്രൻ സാറാണോ ബെസ്റ്റ് എന്നുള്ളൊരു ഇത്. സാറിന്റെ ടേക്ക് എങ്ങനെയാണ് അതിൽ? എല്ലാവർക്കും ഓരോ രീതിയിൽ, ഇതൊരു ഡിപ്ലോമാറ്റിക് ആൻസർ ആയിട്ട് കാണരുത്. ഓരോരുത്തർക്കും ആരെങ്കിലും മറ്റൊരാളെക്കാളും നല്ലത് അല്ലെങ്കിൽ ഗ്രേറ്റർ എന്ന് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. യേശുദാസ് സാറിന് ചെയ്യാൻ പറ്റുന്നത് യേശുദാസ് സാറിന് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ജയേട്ടന് ചെയ്യാൻ പറ്റുന്നത് ജയേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് യേശുദാസ് സാറാണ്. ജയേട്ടൻ്റെ അടുത്തുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അത് ജയേട്ടനാണ് പാടേണ്ടതെന്ന് തോന്നിയപ്പോൾ ജയേട്ടനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലാപനത്തെ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഒരുപാട് സ്നേഹിച്ച ഒരാളെന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ പാട്ടുകളൊന്നും യേശുദാസ് സാറല്ല പാടിയത്. ദാസാർ പാടേണ്ട പാട്ടുകൾ അദ്ദേഹം മാത്രമാണ് പാടിയിരിക്കുന്നത്. ദാസേട്ടനെ പറ്റി പറഞ്ഞുകൊണ്ട്, ദാസേട്ടന്റെ ശബ്ദം സ്റ്റുഡിയോയിൽ കേൾക്കാൻ പറ്റുക ഒരു അപൂർവം ഭാഗ്യമാണെന്ന് പല മ്യൂസിക് ഡയറക്ടേഴ്സും പറയാറുണ്ട്. അതേപോലെ കേട്ടിട്ടുണ്ട്, ദാസേട്ടൻ പാടുമ്പോൾ ഉള്ള ശബ്ദമല്ല, പുറത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു മാജിക് ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു എക്സ്പീരിയൻസസ് ഒന്ന് പറയാമോ? സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കണം. അതാണ് നമുക്ക് എല്ലാവർക്കും, എനിക്ക് ആ ഭാഗ്യം ഉണ്ട്, എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഈവൻ ദോ അതിന് സാധ്യതയില്ലെങ്കിൽ കൂടി അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ പാട്ടുകളുടെ അതിൻ്റെ ട്യൂണ് ഞാൻ പാടി വയ്ക്കാറുണ്ട്, ഒരു ട്രാക്ക് പോലെ. അപ്പോൾ അത് കേട്ടിട്ടാണ് ദാസാർ പാടാറ്. അപ്പോൾ ഞാൻ പാടി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയ കോമ്പോസിഷൻ, നല്ല നീ കൊള്ളാം എന്നൊക്കെ എന്നോട് ഞാൻ തന്നെ പറയും. ചിലപ്പോൾ വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ ഞാൻ തന്നെ പറയാം. പക്ഷേ ദാസാർ വന്ന് അത് പാടി കഴിയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി 99% ഫീലിംഗ് ഇസ് ഐ എം ഓഫ്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്ക് തോന്നും. ആ രീതിയിൽ പാടും. ആദ്യം അദ്ദേഹം ആ പാട്ട് പഠിക്കാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് അതിന് വിടേണ്ട ആവശ്യമുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യല്ല. വൺസ് ഹീസ് ഇൻ ടു ദ സോങ് ദെൻ മാജിക് ഹാപ്പൻസ്. മാജിക് എന്ന് പറഞ്ഞാൽ റിയൽ മാജിക്കാണ്. ആ ശബ്ദത്തിൽ അത് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത, വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റാത്ത ഒരു എക്സ്റ്റസി അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യുൽ ബി ജസ്റ്റ് സ്പെൽ ബൗണ്ട്. കുറേ നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ദാസാർ വന്ന് ഇവന് കുറച്ച് വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുള്ള. ഞാൻ അതിനകത്ത് പെട്ടുപോയി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് കുറേ നേരം വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ ഒരു യാത്രയായിട്ട് മാറുന്നത്, പ്രത്യേകിച്ചും ചില പാട്ടുകൾ, ചില ഇമോഷണൽ ബന്ധങ്ങളുള്ള പാട്ടുകൾ, എൻ്റെയും റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പല പാട്ട്. ഇപ്പോൾ അമ്മയായിട്ട് ബന്ധപ്പെട്ട അമ്മ മഴക്കാർ എന്നുള്ള പാട്ട്. അപ്പോൾ ഈ അമ്മ മഴക്കാർ പാടുന്ന അതിൻ്റെ പാതി അവസാനം അമ്മേ ഇനി ഉണരാൻ ഒരു മന്ത്രദീക്ഷ തരുമോ എന്നിങ്ങനെ വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അദ്ദേഹം ഫിനിഷ് ചെയ്ത് അവസാനത്തെ ഒരു പല്ലവിക്ക് പാടി ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് ആ കൺസോളിലേക്ക് വരുന്നത്. പിന്നെ കുറേ നേരം എനിക്ക് മിണ്ടാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം അദ്ദേഹം കൊണ്ടുവരുന്നത് അതാണ്. അവിടെ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ആണ്. നമുക്ക് ഒരിക്കലും വിവരിക്കാം. അത് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണ്
ഇതിൽ 1% പോലും എക്സാജറേഷൻ ഇല്ല. ദൈവം നേരിട്ട് വന്ന് അവതരിക്കുന്ന പോലെയുള്ള തോന്നലുണ്ടാവും. മിസ് ചെയ്യുന്നില്ലേ ഇപ്പൊ പാടിക്കാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വരാത്തത് എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. പക്ഷേ സർട്ടൻലി ഐ മിസ് ഹിം എ ലോട്ട്. അദ്ദേഹത്തെ കറക്റ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായി കാണില്ലേ? പാട്ട് പാടുമ്പോഴും ചില ആർഗ്യുമെന്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും സീനിയർ ആയതുകൊണ്ടും ഞാൻ പറയുന്നതിന് ഒരു മിതത്വം വേണമെന്ന്. കാരണം എനിക്ക് അദ്ദേഹത്തെ അത്ര വലിയ ആരാധന ആയതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നവരത്ത് നമ്മൾ ഒരിക്കലും ഒരു ആർഗ്യുമെന്റ് ഡിബേറ്റിലേക്ക് ഒരിക്കലും പോകില്ലല്ലോ. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, സാർ ഇത് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞ പാട്ട് പാടിയപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാസാറ് പാടിക്കൊണ്ടിരിക്കുന്നതിന് പറഞ്ഞു, നീ പറഞ്ഞ ബാലേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളുടെ അച്ഛൻ പോയിരിക്കുന്ന സമയമാണ്, അപ്പോൾ ആ സമയത്ത് അയാൾക്ക് ഇത്രയും സംഗതിയൊക്കെ പാടണം തോന്നുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയ പാഠങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനെ വളരെ സിമ്പിളാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കൊള്ളാം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വന്നപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി. അതാണ് ജെറി എം എൽ ദേവ് സാറായിട്ട് നമ്മളൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. മ്യൂസിക് ഡയറക്ടറിന്റെ റോള് കുറച്ചുകൂടി എളുപ്പമാണ് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗറെ കിട്ടുക. എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് അത് എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. കാരണം അറിവ് ചില സമയത്ത് ഭാരമാണ്. അപ്പോൾ അത് ആവശ്യമില്ലായിരിക്കും. ഞാൻ പറയുന്ന കുറച്ചും കൂടെ ലൈറ്റർ ഒരു ആസ്പെക്റ്റ് ആയിരിക്കും. അതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ലായിരിക്കും. ഒരു നോട്ട് പാടുമ്പോഴത്തേക്കും അതിനെ അത്രയും ഡീപ്പായിട്ട് പാടേണ്ടായിരിക്കും. അപ്പോൾ അറിവ് അത് പാടണമെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് അത് പാടണ്ട എന്ന്. അപ്പോൾ അറിവ് ചില സമയത്ത് ഭാരമായിരിക്കും. അദ്ദേഹം പറഞ്ഞ കൃത്യമാണ്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെയും കാണാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ഒട്ടുമില്ല. ഞാൻ അത് തന്നെ ചോദിക്കാൻ തോന്നിയായിരുന്നു. ഈ മ്യൂസിക് ലൈനിന് വേണ്ടി യു വിൽ ബി സിറ്റിംഗ് വിത്ത് ദ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്ററും ഇവരെല്ലാവരുമായി ഇരിക്കേണ്ടി വരില്ലേ? ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് കോഴ്സ്. അദ്ദേഹത്തിൻ്റെ വിഷനാണ് സിനിമ. അതിൽ ഞാൻ മ്യൂസിക്കൽ വിഷൻ കൊടുക്കാനാണ് മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ എംബലിഷ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റേഷൻസ് ആണ് മ്യൂസീഷ്യൻ കൊടുക്കേണ്ടത്. അത് വേണ്ട അളവിൽ ജുഡീഷ്യസ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പല കാലങ്ങളിലും പല രീതിയിലാണ്. ഇപ്പോൾ പഴയ 70s സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറൊരു രീതിയിലാണ്. അന്ന് സിനിമയെ കണ്ടതും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കണ്ടതും ആ രീതിയിലാണ്. ചിലതൊക്കെ പാട്ടുകൾ പോലെ ഇരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കാരണം അന്ന് പാട്ടുകൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം ജോൺ സേട്ടൻ വരുന്ന സമയത്ത് മലയാളത്തിൽ ഇപ്പോൾ തൂവാനത്തുമ്പികൾ പോലെയുള്ള സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു അസ്തിത്വം കൈവരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് സുഷിൻ ഷാം, അതുപോലെ ജേക്സ് ബിജോയ്, ജസ്റ്റിൻ വർഗീസ്, ഇവരൊക്കെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഒരു ഫിലിം ഡയറക്ടറുടെ മ്യൂസിക്കൽ സെൻസ് എത്രമാത്രം ഹെൽപ്പ് ചെയ്യാറുണ്ട്? അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ എക്സ്പീരിയൻസിൽ അധികം പറയാതെ പറയുന്ന ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അധികം സംസാരമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലെസ്സിയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം പറയുന്നത് കൃത്യമായിരിക്കും. ശ്യാമപ്രസാദ് അല്ലെങ്കിൽ കമൽ സാർ. അപ്പം ഞാൻ ആരുടെയെങ്കിലും പേരുകൾ മാത്രമായിട്ട് എടുത്ത് പറയല്ല. ഈ മ്യൂസിക്കൽ എലിമെൻറ്റിൽ സിബി മലയിൽ സർ മ്യൂസിക്കൽ എലിമെൻറ്റിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അതിൽ യെസ്സും നോയും കൃത്യമായിട്ടുണ്ട്. ഇതാണ് വേണ്ടത്, ഇതല്ല വേണ്ടത് എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്കും അത് കൺഫ്യൂസിങ് ആയിരിക്കും. ഇതല്ല വേണ്ടത് എന്ന് പറയുന്നു, അപ്പോൾ വേറൊന്നും ചെയ്യുന്നു, അപ്പോഴും പറയുന്നു ഇതല്ല വേണ്ടത് എന്ന് വരുമ്പോഴത്തേക്കും 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഇതല്ല വേണ്ടത് എന്ന് മാത്രം പറയുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവാണ്ടായി പോകും. അപ്പോൾ അത് എപ്പോഴും ഒരു മ്യൂസിക് കമ്പോസറിന്, എല്ലാ കാലത്തെയും മ്യൂസിക് കമ്പോസറിന് ഒരു പ്രശ്നമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഡയറക്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും ഒരു സിനിമയിൽ സംഗീതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത്.
ഈ പറഞ്ഞതുപോലെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഡയറക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. അതായത് അതിന്റെ പേര് പറഞ്ഞിട്ടോ അല്ല എങ്കിലോ ഏത് ഡയറക്ടറാണ് ഇത് കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്നത്? നേരത്തെ സിദ്ധാർത്ഥ ചോദിച്ച മ്യൂസിക്കൽ സെൻസ് വെച്ചിട്ടാണോ, സിറ്റുവേഷൻ വെച്ചിട്ടാണോ, എന്ത് വെച്ചിട്ടാണോ അവരത് അസസ് ചെയ്യുക? അത് പലർക്കും പല രീതികളാണ് അവർക്കുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഒരേ സോങ് സിറ്റുവേഷനും ഒരേ കഥയാണെങ്കിലും ഓരോ ഡയറക്ടേഴ്സിനും ഓരോ കാഴ്ചയായിരിക്കും. ആ പാട്ട് എങ്ങനെ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ ഡയറക്ടറിനെ പഠിക്കുക എന്നുള്ളതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ്. അവർ ഇതുവരെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ല ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അവർ ചെയ്ത പടങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംഗീതം, അത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അവരോട് സംസാരിക്കുക, കൂടുതൽ സംസാരിക്കുക, കൂടെ ഇരുന്നൊരു കാപ്പി കുടിക്കുക, കൂടെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ അടുത്തറിയാനും അങ്ങനെയാണ് ഒരു കൂട്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൃദയപൂർവ്വമുള്ള കൂട്ടാണ് തീർച്ചയായിട്ടും ഡയറക്ടറും സംഗീത സംവിധായകനും തമ്മിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ആ സിനിമ നടക്കുമ്പോൾ ആ ഹൃദയപൂർവ്വമായിട്ടുള്ള കൂട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവും. ഇൻസിസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ? അതായത് ഇപ്പോൾ എന്റെ കമ്പോസിഷൻ ഇതാണ്, ഈ പാട്ടിന് ഇതാണ് ഏറ്റവും നല്ല കമ്പോസിഷൻ എന്ന് ഒരു മ്യൂസിക് കമ്പോസർ എന്നതിലേക്ക് താങ്കൾക്ക് അങ്ങോട്ട് ഇൻസിസ്റ്റ് ഇല്ല, ആ സിറ്റുവേഷന് ഇതല്ല കോമ്പോസിഷൻ എന്നാണ് അവർ പറയുന്നത്. ഇതല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ കോമ്പോസിഷൻ നിങ്ങൾ എങ്ങനെ ചെയ്തതായാലും അതിന്റെ മ്യൂസിക്കൽ എലിമെന്റ്സ് അത്ര ബ്രില്യൻ്റ് ആയാൽ പോലും ഇതല്ല എനിക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അവിടെ എനിക്ക് വേണമെങ്കിൽ പറയാം, സർ ഈ എലിമെന്റ്സ് ഒക്കെ ഉണ്ട്, ഞാൻ ഇനിയിപ്പോൾ അടുത്ത ചെയ്യുന്ന പാട്ടിൽ ഇത്തരം എലിമെന്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ, അത് മ്യൂസിക്കലി നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ വേറൊരു റൂട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല വേണ്ടത് എന്ന് പറഞ്ഞ് അതല്ല വേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ഫർദർ ക്വസ്റ്റ്യൻ ഇല്ല.